നമസ്കാരം. പി എസ് സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇത് എന്താണ് നമ്മുടെ SCERT ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കോളംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഡിയോ രൂപത്തിലുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്താക്കുക, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഈ ഓഡിയോ എന്താണ് എല്ലാ പരീക്ഷ ഇനി വരുന്ന LDC LGS പോലുള്ള എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന SCERT ഭാഗങ്ങളാണ് ഈ ഓഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിങ്ങൾ കിട്ടുന്ന സമയം ഇതൊന്ന് കേട്ട് നോക്കുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഈ സെക്ഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതൊക്കെ. ഒരു റിവിഷൻ, ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ കേൾക്കണേ. എങ്കിൽ ആദ്യമായിട്ട് നമ്മളെ ശ്വസനാവയവങ്ങൾ ചോദിക്കാറുണ്ടല്ലേ. PSC തുടർത്തോടെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ശ്വസനാവയവങ്ങൾ. അപ്പം എന്താണ് ഏകകോശജീവിയായ അമീബ ഒരു ഏകകോശജീവിയാണ് നിങ്ങൾക്കറിയില്ലേ? അമീബ ഒരു ഏകകോശജീവിയാണ് നിങ്ങൾക്കറിയില്ലേ? അപ്പം നമ്മുടെ ഈ ഏകകോശജീവിയായ അമീബയ്ക്ക് ശ്വസനാവയവുണ്ടോ? ഏകകോശജീവിയായ അമീബയ്ക്ക് ശ്വസനാവയവുണ്ടോ? അമീബയ്ക്ക് ശ്വസനാവയവമില്ല. ഈ അമീബ കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്. എന്നാണ് അമീബയുടെ കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്. കിട്ടിയില്ലേ? ഇനി അടുത്തത് മണ്ണിര. ഇനി ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. അപ്പം മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ത്വക്ക്. ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണുന്നതിന് കാരണം എന്താണ്? ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. അപ്പം അതിനാലാണ് മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണാൻ കാരണം. ഇനി PSC ചോദ്യമാണ് ഇത് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ് എന്നാണ് PSC ചോദിക്കാറ്. അപ്പോൾ എന്താണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ് കൂട്ടുകാരെ? പറഞ്ഞേ. നാളികാജാലം എന്നാണ്. ഇനി എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നാണ്. എല്ലാ ഷഡ്പദങ്ങളുടെയും ശരീരത്തിൽ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നാളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? പറഞ്ഞേ. നാളികാജാലം. എങ്കിൽ നമ്മുടെ മത്സ്യം എന്താണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം അറിയോടാ? മത്സ്യങ്ങളുടെ നമ്മളെല്ലാവരും മീൻ മുറിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പം ഈ ചെകിളപ്പൂക്കളാണ് അല്ലെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് ആണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം. ഈ വായുവിലൂടെ അകത്തേക്കെടുക്കുന്ന ജലം വായിലൂടെ മൗത്തിലൂടെ അകത്തേക്കെടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു. അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായ തുറന്ന് വെള്ളം അകത്തേക്കെടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തായിരിക്കും? ഈ അകത്തേക്കെടുക്കുന്ന വെള്ളം എന്താണ് വായിലെ അകത്തേക്ക് കയറി ശകലങ്ങളിലൂടെ കടന്നു പോകുമ്പം ആ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എന്താണ് അത് ശ്വസിക്കും. അപ്പം എന്താണ് ഈ മത്സ്യങ്ങൾ ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. എന്താണ് ചിലയിനം മത്സ്യങ്ങൾക്ക്, എല്ലാ മത്സ്യങ്ങൾക്കല്ല, ഈ ചിലയിനം മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, അത് താൽക്കാലിക സംവിധാനം മാത്രം, അത് സ്ഥിരം സംവിധാനമല്ല. എന്താണ് കൃത്യമായിട്ട് എല്ലാ സമയത്തും എന്താണ് ഈ മത്സ്യങ്ങൾ പുറത്തിട്ടാൽ ഇങ്ങനെ അന്തരീക്ഷ വായു ശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അല്ല, നിശ്ചിത നേരത്തേക്ക് ഒരു താൽക്കാലിക സംവിധാനം എന്ന രീതിയിൽ എല്ലാ മത്സ്യങ്ങൾക്കുമില്ല. ചില മത്സ്യങ്ങൾക്ക് എന്താണ് വായുവിലെ അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? മുഷു, വരാലി, ഈല് തുടങ്ങിയ മത്സ്യങ്ങൾക്കാണ് ഈ കഴിവ്. മനസ്സിലായില്ലേ? യെസ്. ഇനി കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? തവള ഒരു ഉപജീവിക്ക് ഉദാഹരണമാണ്. എന്നാണ് കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും നമുക്ക് തവളക്ക് ശ്വസിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. ഇനി PSCയുടെ മറ്റൊരു ചോദ്യമാണ് ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ് കൂട്ടുകാരെ? ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോപ്പൊട്ടാമസ് ആണല്ലേ. അപ്പം ഹിപ്പോപ്പൊട്ടാമസ് ചുവപ്പ് വിയർപ്പുള്ള ജീവിയാണ്. ചുവപ്പ് വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നു. ഇനി ഈ തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത്, ബ്ലഡ് സ്വെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം PSC ചോദ്യം ഇങ്ങനെ ചോദിക്കുക, എന്താണ് ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ്? യെസ്, ഹിപ്പോപ്പൊട്ടാമസ്. എന്നാൽ
ഈ പുറത്തേക്ക് സ്രവിക്കുന്ന ഈ ചുവന്ന നിറമുള്ള ഈ ഇതില്ലേ, ചുവന്ന കണം, ഇത് വിയർപ്പുമല്ല. ശരിക്കും പറഞ്ഞാൽ അത് രക്തവുമല്ല വിയർപ്പുമല്ല. രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ടു താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രാവമാണ് കേട്ടോ നമ്മുടെ ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ വിയർപ്പ് കണം എന്ന് നമ്മൾ പറയുന്ന ഈ ചുവന്ന സ്രവം എന്താണ്, അത് വിയർപ്പല്ല എന്നാണ്, രക്തവുമല്ല. പകരം എന്താണ്, ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ തൊലിപ്പുറത്തുള്ള എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ത്വക്കിന് തൊട്ട് താഴെ ഉള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണ്. ഓക്കെ, അപ്പോൾ PSC ചോദ്യം ഇത്രയും ഉണ്ടാവും. എന്താണ് ഹിപ്പോപ്പൊട്ടാമസ് അല്ല ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഹിപ്പോപ്പൊട്ടാമസ്. അത്തരത്തിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, യെസ്. ഇനി ഹൃദയ അറകളുടെ എണ്ണം PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഹൃദയ അറകളുടെ എണ്ണം എന്താണ്? യെസ്, എന്താണ് പാറ്റയിലടാ പാറ്റ എങ്കിൽ ഈ പാറ്റയ്ക്ക് എത്ര ഹൃദയങ്ങളുണ്ട്? പാറ്റ യെസ് 13 അറകളുണ്ട്. എത്രയാണ്ട്? 13 അറകൾ. എങ്കിൽ നമ്മുടെ മീൻ അല്ലെങ്കിൽ മത്സ്യം എഴുതുമ്പോൾ എത്ര അക്ഷരങ്ങളാണ്? മത്സ്യം 2 അല്ലേ? അപ്പം മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ്? മത്സ്യം 2. എങ്കിൽ ഉരകങ്ങൾ ഈ ഉരകങ്ങൾക്ക് എത്ര ഹൃദയത്തിൻ്റെ അറകൾ എത്രയാണ്? ഉരകങ്ങളുടെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ്? 3. എത്രയാണ്? 3 അല്ലേ? 3 പല്ലിക്കല 3 ഹൃദയ അറയാണല്ലോ. എങ്കിൽ അതിൽ വ്യത്യാസമുള്ളത് ആർക്കാണ്? എങ്കിൽ മുതല ഉരകല്ലേ? എങ്കിൽ ഈ ഉരകായ മുതലയ്ക്ക് എത്രയുണ്ടാ? യെസ്, 4 അറകളാണ് മുതലയുടെ ഹൃദയ അറകൾ. 4. അതുപോലെ മനുഷ്യനും എത്രയാണ്? 4 അറകളാണുള്ളത്. എങ്കിൽ കുരുവികൾ, പക്ഷികളുടെ ഹൃദയ അറ എത്രയാണ്? പക്ഷികളുടെ ഹൃദയ അറ യെസ് 4 എന്നാണ് പക്ഷികളുടെ ഹൃദയാറകളുടെ എണ്ണം 4. എങ്കിൽ മണ്ണിരക്കോ 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ആർക്കുള്ളത്? മണ്ണിരക്കുള്ളത്. എത്രയാണ്? 5 ജോഡി പാർശ്വഹൃദയങ്ങൾ. എങ്കിൽ പാറ്റ 13, മത്സ്യം 2. ഹൃദയമല്ല ഞാൻ പറയുന്നത്, ഹൃദയ അറകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. ഇനി ഉരകങ്ങൾ, പല്ലി ഏതാണ്? ഉരകങ്ങൾ പല്ലിക്ക് എത്ര? 4 എങ്കിൽ 3 ആണ്. എങ്കിൽ നമ്മുടെ എന്താണ് മുതലക്ക് എത്ര വരും? 4 വരും. അപ്പോൾ മനുഷ്യൻ എത്ര വരും? മനുഷ്യൻ എത്രയാണ്? മനുഷ്യനും 4. ഇനി പക്ഷികൾക്ക് എത്രയാണ്? പക്ഷികൾക്ക് 4. എങ്കിൽ നമ്മുടെ മനുഷ്യഭ്രൂണമുള്ള PSC ഒരു ചോദ്യമാണ്. ഒരു പ്രസ്താവന രീതിയിൽ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചാണ്. മനുഷ്യഭ്രൂണം എത്ര ദിവസം മുതലാണ് സ്പന്ദിക്കാൻ തുടങ്ങുക? യെസ്, മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ സ്പന്ദനം നിലയ്ക്കുന്നത് മരണത്തോടെ മാത്രമാണ് അല്ലേ? അപ്പം 22 മനുഷ്യഭ്രൂണത്തിന് 22-ാം ദിവസം പ്രായമാകുമ്പോൾ സ്പന്ദിക്കാൻ തുടങ്ങുന്ന ഹൃദയം, ആ ഹൃദയ സ്പന്ദനം നിലയ്ക്കുന്നത് എപ്പോഴാണ്? ആ വ്യക്തി മരിക്കുമ്പോൾ മാത്രമാണ്. ഇനി നമ്മുടെ മറ്റൊരു ചോദ്യം ഇതാണ് കൂട്ടുകാരെ. സാധാരണഗതിയിൽ മിനിറ്റിൽ എത്ര തവണ ഹൃദയം സ്പന്ദിക്കാറുണ്ട്? ഹൃദയം എത്ര തവണ സ്പന്ദിക്കും മിനിറ്റിൽ? 72 തവണ ഹൃദയം സ്പന്ദിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഇന്ന് അപ്പോൾ നമ്മൾ പുകവലിയും മദ്യപാനവും ഒക്കെ എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ തകരാറിലാക്കുന്നത്? എന്താണ്? മദ്യപാനം, പുകവലി തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. ഓക്കെ, അതുപോലെ അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. മനസ്സിലായില്ലേ? ഇനി എന്താണ് ചാലനം, സംവഹനം, വികിരണം? ഇത് എന്താണ് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ചാലനം, സംവഹനം, വികിരണം. ഓക്കെ അല്ലേ? ഇനി എന്താണ് ആ ചാലനം എന്ന് പറഞ്ഞാൽ? ചാലനം എന്ന് വെച്ചാൽ എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ എന്നാണ്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് ചാലനം. അതായത് നമ്മളൊരു ഇരുമ്പ് ദണ്ട് എടുത്തിട്ട് ഇങ്ങനെ ചുട്ടുപഴുക്കുന്ന തീയിൽ വെച്ചാൽ ആ അറ്റത്തുള്ള ചൂട് നമ്മുടെ കയ്യിലേക്ക് അനുഭവപ്പെടുന്നില്ലടാ. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ചാലനമാണല്ലേ. അപ്പം ഇരുമ്പ് ദണ്ടിൻ്റെ തന്മാത്രകളിലൂടെ ഈ ചൂട് ഒന്നിലേക്ക് ഒരാറ്റത്തിന് കിട്ടിയ അതിൻ്റെ ആറ്റത്തിന് കിട്ടിയ താപം അത് തൊട്ടടുത്തുള്ള ആറ്റത്തിലേക്ക് മുട്ടിയിരിക്കുന്ന ആറ്റത്തിലേക്ക് കൈമാറി നമ്മുടെ കയ്യിലേക്ക് വരുന്നു. അതിന് കാരണം എന്താണ് കൂട്ടുകാരെ? അതായത് ചാലനം. എന്നാൽ എന്താണ് സംവഹനം എന്ന് പറഞ്ഞാൽ? ദ്രാവകങ്ങളിലും
വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് സംവഹനം എന്നാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. അത് ഞാൻ ഉദാഹരണം പറയട്ടെടാ. നമ്മുടെ പൂജാമുറി, നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ സന്ധ്യാദീപം തെളിയിച്ച ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ നമ്മുടെ മുകളിലെ വീട്ടിൻ്റെ മുകളിലെ നമ്മുടെ റൂമിൽ വരെ അതിൻ്റെ മണം എത്തുന്നില്ലേടാ, മണം എത്തുന്നില്ലേ? അതിന് കാരണം എന്താണ്? ഈ നമ്മൾ കത്തിച്ച് വെച്ച ഈ ചന്ദനത്തിരിയുടെ വാതകം അല്ലേ, അതിൻ്റെ പുക ചലിച്ച് എന്താണ് ഒരു കൈമാറിയില്ല, അത് സ്വയം ഈ വായിലൂടെ സഞ്ചരിച്ച് നമ്മുടെ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി അല്ലെങ്കിൽ വാതിലൂടെ മുകളിലേക്ക് കയറി നമ്മുടെ റൂമിലേക്ക് എത്തുന്നു. അതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്ന രീതിയാണ് ഇത് സംവഹനം എന്ന് പറയുന്നത്. ഇനി വികിരണം എന്നാണ്. വികിരണം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് ഇത് വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് ഇത് വികിരണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 എന്നാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്. ചിലപ്പം PSC ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക: ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്കും ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിയമം, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഈ 2006 നിലവിൽ വന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ച് ഭേദഗതി ചെയ്തപ്പോഴാണ് 2011 ഈ നിയമം ഭേദഗതി ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. എന്താണ് ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ചില രാസവസ്തുക്കൾ ചേർക്കാറില്ല. നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ചുവപ്പ് നിറം, മഞ്ഞ നിറം, നീല നിറം, പച്ച നിറം ഇവ ലഭിക്കാൻ വേണ്ടിയിട്ട് ചില രാസവസ്തുക്കൾ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. എങ്കിൽ ചുവപ്പ് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതാണെന്ന് അറിയോടാ? ചുവപ്പ് വസ്തുക്കൾ എറിത്രോസിൻ, കാർമോയിസിൻ, പോൺസിഫോറാർ എന്നാണ്. പോൺസിഫോറാർ. അപ്പം ചുവപ്പ് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യവസ്തുക്കൾ ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതാണ്? പറഞ്ഞേടാ. എറിത്രോസിൻ, കാർമോയിസിൻ, പിന്നെ പോൺസിഫോറാർ. കിട്ടിയില്ലേ? അപ്പം പോൺസിഫോറാർ ചേർക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ എന്ത് നിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്? പറഞ്ഞേ. ചുവപ്പ്. എറിത്രോസിനാണെങ്കിലോ? എറിത്രോസിൻ ചുവപ്പ്. കാർമോയിസിനാണെങ്കിലോ? ചുവപ്പ്. എങ്കിൽ നമ്മുടെ മഞ്ഞ നിറം. അപ്പം സൺസെറ്റ് യെല്ലോ അതുപോലെ തന്നെ ടാർട്രാസിൻ എന്നിവ ചേർക്കുന്നത് മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടി ഇത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു സൺസെറ്റ് യെല്ലോ ചേർക്കുന്നത് ഏത് നിറം ലഭിക്കാൻ വേണ്ടി? ഭക്ഷ്യവസ്തുക്കൾക്ക് ഏത് നിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സൺസെറ്റ് യെല്ലോ? മഞ്ഞ നിറം അല്ലേ? എങ്കിൽ ടാർട്രാസിൻ ചേർക്കുന്നത് എന്തിനാണ്? പറഞ്ഞേ. ടാർട്രാസിൻ ചേർക്കുന്നത് മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ എന്നിവയാണെങ്കിൽ നെക്സ്റ്റ് നീല നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതാണ്? നീല നിറം. പറഞ്ഞ നീല നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻറ്റ് ബ്ലൂ എന്നിവ നീല നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവസ്തുക്കളാണെന്നാണ്. ഇൻഡിഗോ കാർമൈൻ അതുപോലെ തന്നെ ബ്രില്യൻറ്റ് ബ്ലൂ എന്നിവ നീല നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കളാണെങ്കിൽ പച്ച നിറം, ഭക്ഷ്യവസ്തുക്കളിൽ പച്ച നിറം ലഭിക്കാൻ വേണ്ടി ചേർക്കുന്ന എന്താണ് അറിയോ? പച്ച നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ. ഫാസ്റ്റ് ഗ്രീൻ എന്നാണ്. പച്ച നിറം ഫാസ്റ്റ് ഗ്രീൻ ആണ്. അതുകൂടി ഞാൻ വായിക്കാം. കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസിഫോറാർ എന്നിവ ചുവപ്പ് നിറം ലഭിക്കാനും ടാർട്രാസിനും സൺസെറ്റ് യെല്ലോ എന്നിവ മഞ്ഞ നിറം ലഭിക്കാനുമാണെങ്കിൽ ഇൻഡിഗോ കാർമൈനും ബ്രില്യൻറ്റ് ബ്ലൂവും നീല നിറവും പിന്നെയോ പച്ച നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ഗ്രീനും ചേർക്കുന്നു. ലഭിക്കുന്നു. കിട്ടിയില്ലേ? യെസ്. എങ്കിൽ കോശകേന്ദ്രം കണ്ടെത്തിയതാരാടാ? കോശകേന്ദ്രം റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഏത് വർഷമാണ് റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തിയത്? 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. നല്ല
ഈ കോശകേന്ദ്രത്തെ എന്ത് പറഞ്ഞൂടാ? കോശകേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. കോശകേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അപ്പം കോശകേന്ദ്രം കണ്ടെത്തിയതാരാണ്? കോശകേന്ദ്രം റോബർട്ട് ബ്രൗൺ. ഏത് വർഷം? 1831. എങ്കിൽ PSCയുടെ ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാടാ? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? പറഞ്ഞേ. MJ സ്ലീഡൻ. ഏത് വർഷം? കോശരീരം കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ. ഏത് വർഷം? 1838 MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. എങ്കിൽ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാടാ? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. ആരാട്? തിയോഡർ ഷ്വാൻ എന്നാണ്. തിയോഡർ ഷ്വാൻ ആണ്. എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ, കോശ സിദ്ധാന്തം കണ്ടെത്തിയതായിരുന്നു. കോശ സിദ്ധാന്തം ഇവർ രണ്ടുപേരും ചേർന്നാണ് സിദ്ധാന്തം കണ്ടെത്തിയത്. ആരാണ്? MJ സ്ലീഡനും തിയോഡർ ഷ്വാനും. അപ്പം MJ സ്ലീഡൻ എന്താണ് പറഞ്ഞത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി 1838. ഇനി അടുത്ത വർഷം 1839 തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തി? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. എങ്കിൽ എന്താണ് കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ? എന്താണ് കോശ സിദ്ധാന്തം? വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുടെ സംഹാരം രൂപപ്പെടുത്തി സാരാംശം ഉൾപ്പെടുത്തിക്കൊണ്ട് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപീകരിക്കപ്പെട്ട സിദ്ധാന്തമാണ് ഇത് കോശ സിദ്ധാന്തം. രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്രയും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചോദിക്കാം, എന്താണ്? എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. അതുപോലെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്ന് പറഞ്ഞത് ഈ MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് മുന്നോട്ട് വെച്ച കോശ സിദ്ധാന്തമാണ്. അപ്പം കോശ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന രണ്ട് ആശയങ്ങൾ ഏതൊക്കെയാണ്? പറഞ്ഞേ. എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. ഇനി ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന കണ്ടെത്തിയതാര്? എന്ന നിഗമനം കണ്ടെത്തിയതാര്? പുതിയ കോശങ്ങളിൽ നിന്ന് മാത്രമേ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് കണ്ടെത്തിയതാരാടാ? അതാരാണ്? പറഞ്ഞേ. റുഡോൾഫ് വിർഷോ. അപ്പം വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് കണ്ടെത്തിയതാരാണ് കൂട്ടുകാരെ? അത് റുഡോൾഫ് വിർഷോ. ഏത് വർഷമാണ് റുഡോൾഫ് വിർഷോ ഈ കണ്ടെത്തിയത്? 1858. ഓക്കെ. ഇപ്പോൾ നമ്മൾ പഠിച്ചു ആരാണ്? നമ്മുടെ റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി 1831. MJ സ്ലീഡൻ എന്ത് കണ്ടെത്തി? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഏത് വർഷം? 1838. 1839 തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തി? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇനി റുഡോൾഫ് വിർഷോ എന്ത് കണ്ടെത്തി? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തി. അല്ലെങ്കിൽ റുഡോൾഫ് വിർഷോ 1859. ഓക്കെ അല്ലേ? എങ്കിൽ ഈ കോശത്തിൻ്റെ ജീവധർമ്മങ്ങൾ എന്താണ്? കോശത്തിൻ്റെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഇനിയോ പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു. അതുപോലെ തന്നെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇവയാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ. കോശത്തിൻ്റെ ജീവധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചിലപ്പോൾ PSC ചോദിക്കാം. അത്തരത്തിലാണ് PSCയുടെ പുതിയ ചോദ്യ രീതികൾ. എങ്കിൽ എന്താണ് കോശത്തിൻ്റെ ജീവധർമ്മങ്ങൾ എന്ന് പറഞ്ഞേ? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പിന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് ഈ കോശത്തിൻ്റെ ഘടന. അപ്പം ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് കോശത്തിനുള്ളിലെ കോശാംഗങ്ങളാണ്. ഈ കോശാംഗങ്ങളെ കുറിച്ചിട്ടും PSC ചോദിക്കാറുണ്ട്. എങ്കിൽ നമുക്ക് ഓരോ കോശാംഗങ്ങളെ, അതായത് കോശത്തിനുള്ളിലെ ഓരോ അംഗങ്ങളെയും ഓരോ സംഭവങ്ങളെയും കുറിച്ച് പഠിച്ചൂടെ? ഇനി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോശത്തിലെ ഊർജ്ജ നിലയും അതുപോലെ തന്നെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം ഏത്? അല്ലെങ്കിൽ എന്താണ് കോശത്തിൻ്റെ പവർ ഹൗസ്? ഒരു കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ്
മൈറ്റോകോൺഡ്രിയോൺ കോശത്തിലെ ഊർജ്ജ നിലയം അല്ലെങ്കിൽ ഊർജ്ജ നിർമ്മാണം, സംഭരണം എന്നിവയെ സഹായിക്കുന്ന കോശാംഗം ഏത്? മൈറ്റോകോൺഡ്രിയോൺ ആണ്. ഈ മൈറ്റോകോൺഡ്രിയൻ ധർമ്മം ഊർജ്ജം നിർമ്മിക്കുന്നു. ഈ ഊർജ്ജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന എന്തായിരിക്കും? മൈറ്റോകോൺഡ്രിയോൺ ആയിരിക്കും. എന്നാണ് ഊർജ്ജാവശ്യം കൂടുതൽ. നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന ഊർജ്ജം വേണ്ടടാ. തലച്ചോറ് 24 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ലേ? യെസ്. എന്നാണ് കരൾ പ്രവർത്തിക്കുന്നില്ലേ? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം പേശികൾ, നമ്മൾ കൂടുതൽ കായികാധ്വാനം ചെയ്യുന്ന വ്യക്തികളിൽ നമ്മുടെ പേശികൾക്ക് എന്ന് വേണം? ഊർജ്ജം വേണ്ടേ? അപ്പം ഊർജ്ജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി എന്ത് കാണപ്പെടുന്നു? മൈറ്റോകോൺഡ്രിയോൺ കാണപ്പെടുന്നു. എങ്കിൽ കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഏതാണ് കൂട്ടുകാരെ? പറഞ്ഞേ. മൈറ്റോകോൺഡ്രിയോൺ. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ, PSC മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കോശത്തിനുള്ളിലെ സഞ്ചാരപാത അല്ലെങ്കിൽ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഏതിലൂടെയാണ്? പറഞ്ഞേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് ഏതിലൂടെയാണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതൊക്കെ PSC ചോദിച്ചതാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അങ്ങനെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ടാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ എന്ന് പറയുന്നത്? കോശാസ്ഥികൂടം എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കിട്ടിയില്ലേ? ഇനി റൈബോസോം. എന്താണ് റൈബോസോം? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ് കൂട്ടുകാരെ? റൈബോസം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസമാണ്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നു എന്നാണ് ഈ റൈബോസം കാണപ്പെടുന്നതാണ്. കോശാസ്ഥികൂടം അല്ലെങ്കിൽ കോശത്തിനുള്ളിൽ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന റൈബോസോമിൻ്റെ ധർമ്മം എന്താണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് ഏത്? റൈബോസോം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഏതിലാണ്? ഫേനത്തിലാണ്. ഫേനം. അപ്പോൾ PSC ചോദ്യമാണ്, യെസ്, എന്നാണ് ഈ ഫേനത്തെ ഈ ഫേനത്തെ എന്താണ് ആവരണം ചെയ്തിരിക്കുന്ന വസ്തുവിന് എന്ത് പറയാം? ടോണോപ്ലാസ്റ്റ് എന്ന ഇത് ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്തിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അതായത് ഫേനം. അപ്പോൾ ഫേനത്തെ പൊതിഞ്ഞ് ആവരണം സംഭവിച്ചിരിക്കുന്ന എന്താണ്? ടോണോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഈ ഫേനത്തിൻ്റെ ധർമ്മം എന്താണ്? ഫേനത്തിൻ്റെ ധർമ്മം ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്ന് സംഭരിക്കുന്നതാണ് ഫേനം. ഈ ഫേനത്തെ സംഭരണം ചെയ്തിരിക്കുന്ന ആവരണത്തെ എന്ത് പറയാം? സ്ഥലത്തെ എന്ത് പറയാം? ടോണോപ്ലാസ്റ്റ്. ഇനി മറ്റൊന്നാണ് ഗോൾഗി കോംപ്ലക്സസ്. ഗോൾഗി കോംപ്ലക്സസ്. എന്താണ് ഗോൾഗി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശദ്രവ്യങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നത് ആരാണ്? ഈ ഗോൾഗി കോംപ്ലക്സ് ആണ്. ഇപ്പോൾ ഈ നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന എവിടെയാണ്? ഈ ഗോൾഗി കോംപ്ലക്സിലാണ്. എന്നാണ് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്ഥല സഞ്ചികളിലാക്കുന്ന ആരാണ്? ഗോൾഗി കോംപ്ലക്സ്. ഈ ചെറു സഞ്ചികളെ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയാം. ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ട് ആര് കാണപ്പെടുന്നു? ഗോൾഗി കോംപ്ലക്സസ് കാണപ്പെടുന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഈ കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പഠിച്ചില്ല. അതേപോലെ ഈ മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവരുടെ ധർമ്മങ്ങളും PSC ചോദിക്കാറുണ്ട്. ഈ മർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏത്? മർമ്മകമുണ്ട്, പിന്നെയോ മർമ്മദ്രവ്യമുണ്ട്, മർമ്മസ്തരമുണ്ട്, ക്രൊമാറ്റിൻ ജാലികയുണ്ട്, മർമ്മരന്ധ്രമുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് ഈ മർമ്മകം എന്ന് പഠിക്കാം. മർമ്മല്ല, മർമ്മത്തിനുള്ളിലെ മർമ്മകം എന്താണ്? അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്ന് പറയും. മർമ്മകത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ന്യൂക്ലിയോലസ്. അപ്പം എന്താണ് ഈ മർമ്മം എന്ന് പറഞ്ഞാൽ? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോ നിർമ്മാണത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മുടെ ഈ മർമ്മത്തിനുള്ളിൽ റൈബോസോ നിർമ്മിക്കുന്നത് എവിടെയാണ്? പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മർമ്മകം. ഗോളാകൃതിയിൽ
കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി മർമ്മദ്രവ്യം എന്താണ് ഈ മർമ്മദ്രവ്യം? ഈ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്തെ എന്ന് പറയുന്നു മർമ്മദ്രവ്യം എന്ന് പറയുന്നു. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്ത് എന്ന് പറയുന്നു മർമ്മദ്രവ്യം. ഈ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന എവിടെയാണ്? ഈ മർമ്മദ്രവ്യത്തിലാണ്. എന്നാണ് ഈ മർമ്മദ്രവ്യത്തിലാണ് എന്ന് കാണപ്പെടുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലിക. ഇനി എന്താണ് മർമ്മസ്തരം? ഈ മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് ഏത്? മർമ്മസ്തരം. ഇരുപാളികളുള്ള സ്ഥലമാണ്. അപ്പോൾ എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന എത്ര തരപാളി? ഇരുപാളികളുള്ള സ്ഥലമാണിത് മർമ്മസ്തരം. എങ്കിൽ അടുത്തത് ക്രൊമാറ്റിൻ ജാലിക. എന്താണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു ജീനുകൾ ഉൾപ്പെടുന്നു. ജീനുകൾ കാണപ്പെടുന്ന എവിടെയാണ്? ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ്. PSC ഒരു ചോദ്യം ഇതാണ്, മർമ്മകത്തിൽ ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? എവിടെയാണ്? ക്രൊമാറ്റിൻ ജാലിക. എങ്കിൽ മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ എന്നാണ് മർമ്മരന്ധ്രം. എന്താണ് മർമ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ? മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് ഏത്? മർമ്മരന്ധ്രം. എന്താണ്? മർമ്മത്തിൻ്റെ സ്ഥലത്തിലെ സുഷിരങ്ങളെ എന്ന് പറയാം മർമ്മരന്ധ്രം. ഈ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തെ സഹായിക്കുന്നത് ഈ മർമ്മരന്ധ്രമാണ്. ഈ മർമ്മരന്ധ്രം എന്തിനാണ് സഹായിക്കുന്നത്? മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തെ സഹായിക്കുന്നത് എന്താണ്? ഈ മർമ്മരന്ധ്രം. കിട്ടിയില്ലേ? യെസ്, കിട്ടിയില്ലേ? ഇനി എപ്പോഴും PSC ചോദിക്കാൻ മറ്റൊന്നാണ് പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും ഉദാഹരണം PSC ചോദിക്കാറുണ്ട്. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് കൂട്ടുകാരെ പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ? പ്രോകാരിയോട്ടുകൾ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല എങ്കിൽ അത്തരം ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. മർമ്മം ഇല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആണല്ലേ നമ്മൾ എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയ അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയവയല്ലേടാ പ്രോ എന്ന് പറയല്? പ്രോ അല്ലേ? അങ്ങനെ പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല എങ്കിൽ കാണപ്പെടാത്ത ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. എങ്കിൽ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണം അറിയോടാ? പ്രോകാരിയോട്ടുകൾ ഉദാഹരണം പറഞ്ഞേ. പ്രോകാരിയോട്ടുകൾ ഉദാഹരണമാണ് ഇതെല്ലാം പറഞ്ഞേ. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. എങ്കിൽ യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? കോശങ്ങളിൽ സ്ഥലത്തിൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നെങ്കിൽ അത്തരം ജീവികളെ യൂകാരിയോട്സ് എന്ന് പറയാം. യൂകാരിയോട്ടുകൾ മർമ്മമുണ്ടെങ്കിൽ യൂകാരിയോട്ടുകളും മർമ്മമില്ല എങ്കിൽ അത് പ്രോകാരിയോട്ടുകളുമാണ്. എങ്കിൽ യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് എന്ത്? അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. അമീബ യൂകാരിയോട്ടിന് ഉദാഹരണമാണ്. യൂകാരിയോട്ടിൻ്റെ ഉദാഹരണം ഏത്? അമീബ. തെറ്റിപ്പോകല്ലേ. അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവ എന്നാ യൂകാരിയോട്ടിന് ഉദാഹരണമാണ്. എങ്കിൽ പ്രോകാരിയോട്ടിന് ഉദാഹരണം ഏതാണ്? പ്രോകാരിയോട്ട് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. കിട്ടിയില്ലേ? യെസ്. എങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, PSC ചോദ്യം ഇതാണ്, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് കൂട്ടുകാരെ? എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് സെൻട്രോസോം അല്ലേ? സെൻട്രോസോം. ഇനി കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിലാണ്. അപ്പം സെൻട്രിയോളുകൾ എന്തിനാണ് സഹായിക്കുന്നത്? കോശ വിഭജനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സെൻട്രിയോളുകൾ. ഈ സെൻട്രിയോൾ കാണപ്പെടുന്ന എവിടെയാണ്? സെൻട്രോസോം. അപ്പം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? പറഞ്ഞേ.
സെൻട്രോസോം. ഓക്കെ, എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ലൈസോസോം എന്ന് പറഞ്ഞാൽ? ലൈസോസോം പി എസ് സി ചോദിക്കാറുണ്ട്. എന്താണ് ലൈസോസോം? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു. ദഹനരസങ്ങളെ എന്ന് പറയുന്നു? ലൈസോസോം എന്ന് അറിയപ്പെടുന്നു. ജന്തുകോശങ്ങളിൽ മാത്രമാണ് ഇത് ലൈസോസോം കാണപ്പെടുന്നത്. ലൈസോസോം എന്താണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന രാസാഗ്നികളാണ് ഇത് ലൈസോസോം എന്ന് പറയുന്നത്. ലൈസോസോം. ഇനി മറ്റൊരു ചോദ്യഭാഗമാണ് ജന്തുകലകൾ അല്ലേ. ജന്തുകലകൾ ഏതൊക്കെയാണ്? ആവരണകലയുണ്ട്, നാഡീകലയുണ്ട്, പേശീകലയുണ്ട്, യോജകകലയുണ്ട്. ഇതൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട്. യെസ് എങ്കിൽ നമുക്ക് യോജകകലയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് പി എസ് സി ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ആവരണകല എന്താണ്? ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആവരണകല. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണകലയാണ്. ഇനിയോ അതേപോലെ നമ്മുടെ അന്നപദം ഇല്ലടാ, അന്നപദം. ഈ അന്നപദത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്തിരിക്കുന്നതും ആവരണകലയാണ്. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതുപോലെ അന്നപദത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യപ്പെടുന്നു. അതുപോലെ സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആരാണ്? ഈ ആവരണകലയാണ്. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്? ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് ഇംഗ്ലീഷ് പറയും. ആവരണകലയുടെ ഇംഗ്ലീഷ് ആണ് ഇത് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. എങ്കിൽ നാഡീകല, നെർവസ് ടിഷ്യൂ. നാഡീകല എന്താണ്? നാഡീകല എന്ന് പറഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത് നാഡീകലയാണ് എന്നാണ്. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ജന്തുകലയാണ് ഏത്? നാഡീകല. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ പ്രതികരിക്കാൻ സഹായിക്കുന്നത് ഈ നാഡീകലയാണ്. അപ്പം ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ്. നാഡീകല. എങ്കിൽ എന്താണ് പേശീകല എന്ന് പറഞ്ഞാൽ? മസ്കുലാർ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് പേശീകലയിലാണ്. എന്നാണ്? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏത്? പേശികലയാണ്. ശരീരചലനം സാധ്യമാക്കുന്ന ഇതാണ് പേശികല. ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശികല. എങ്കിൽ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ഏത്? യോജകകല അല്ലെ. ടിഷ്യൂ എന്നാൽ കണക്റ്റീവ് ടിഷ്യൂസ്. പി എസ് സി ചോദിക്കാണ്ട് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ എടുത്താലും ഏറ്റവും കൂടുതൽ ചോദിച്ചത് യോജകകലയെക്കുറിച്ചാണ്. യോജകകല. ഇനി എന്താണ് യോജകകല എന്ന് പറഞ്ഞാൽ? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് ഈ യോജകകല. എന്നാണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നത് യോജകകലയാണ്. ഇനി യോജകകല അസ്ഥി ഉദാഹരണമാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ യോജകകലയാണ്. യോജകകല ഉദാഹരണം ഏതാണ്? ഈ യോജകകല അല്ലാത്തത് അല്ലെങ്കിൽ യോജകകല ഏത് പി എസ് സി ചോദിക്കാറുണ്ട്. രക്തം യോജകകലക്ക് ഉദാഹരണമാണ്, തെറ്റിപ്പോകരുത്. അപ്പം എന്താണ് യോജകകല എന്ന് പറഞ്ഞാൽ? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. ആ കലകളെ യോജകകല എന്ന് പറയാം. എങ്കിൽ യോജകകലയ്ക്ക് ഉദാഹരണം പറഞ്ഞേ. അസ്ഥി, പിന്നെയോ തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ പറഞ്ഞേ. എന്താണ്? യോജകകലക്ക് ഉദാഹരണമാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. ഓക്കെ അല്ലേ? ഇനി ഈ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അസ്ഥിയും തരുണാസ്ഥിയും ധർമ്മം എന്നാണ്. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതി നൽകുന്നു. എങ്കിൽ നാരുകല അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂ എന്നാണ് ഇതര കലകളെ ബന്ധിപ്പിക്കുന്നത് ഈ നാരുകലയാണ്. എന്നാണ്? നാരുകല എന്താണ്? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നത് എന്നാണ്. ആരുടെ ധർമ്മമാണ്? നാരുകല അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂൻ്റെയാണ്. എങ്കിൽ എന്താണ് രക്തം പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ വഹിക്കുന്ന ആരാണ്? അത് രക്തമാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം എന്നിവ മുതലായ ധർമ്മങ്ങൾ നിറവേറ്റുന്ന ആരാണ്? നമ്മുടെ രക്തമാണ്. ആരാണ്? രക്തമാണ്. ഓക്കെ അല്ലേ? അടുത്തത് ജന്തുകലകൾ നമ്മൾ പഠിച്ചു. ഇനി സസ്യകലകൾ പഠിക്കാം. സസ്യകല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ പ്രധാനപ്പെട്ട സസ്യകൾ ഏതൊക്കെയാണ്? പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ. അപ്പം ഇതൊക്കെ ചോദിക്കുന്ന PSC ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി പാരങ്കൈമ. ഇനി മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏതെന്ന് PSC ചോദിച്ചു. എന്താണ് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നത്? ഏതാണ്? പാരങ്കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏതാണ്? പാരങ്കൈമ. ഇനി ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളാണ് ചേർന്നതാണ് ഇത്? പാരങ്കൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരങ്കൈമ. ഈ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നുണ്ട്. ഈ പാരങ്കൈമ സഹായിക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നതാരാണ്? പാരങ്കൈമ. അപ്പോൾ പാരങ്കൈമ ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. SCRT ഭാഗങ്ങൾ തന്നെ PSC ചോദിക്കും. ഇതന്നെ എടുത്ത് ചോദിക്കുന്നതാണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളാണ് ഇത്? പാരങ്കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി മറ്റൊരു ഇതാണ്, ഇത് സസ്യകലയാണ് കോളങ്കൈമ. ഇത് ചോദിച്ചിട്ടുണ്ട്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ കാണപ്പെടുന്നതാണ് ഇത്? കോളങ്കൈമ. അപ്പം കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് കാണപ്പെടുന്നു. ഇനി സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകോശം ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എന്നാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും നൽകുന്ന കോശം ഏത്? സസ്യകോശം ഏത്? കോളങ്കൈമ. അപ്പോൾ വഴക്കവും താങ്ങുന്നാണ് പറഞ്ഞത്. വഴക്കവും താങ്ങും എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് ഏതാണ്? സ്ക്ലീറൻകൈമ. നല്ല ബലം സസ്യങ്ങളുടെ കൈന് ബലം നൽകുന്നവരാണ് സ്ക്ലീറൻകൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടുകൂടിയ തരം കോശങ്ങൾ ചേർന്ന് കാണപ്പെടുന്നു. അപ്പം ഈ നമ്മുടെ ഈ കോളങ്കൈമയുടെയും സ്ക്ലീറൻകൈമയുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോളങ്കൈമ ഒരു മൂലയിൽ മാത്രമേ കാണൂ. ഒരു കോശഭിത്തിയുടെ രണ്ട് മൂലകളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പം നമ്മൾ കോളങ്കൈമ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക. നമ്മുടെ കോളറിലിടാം. നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ കോളറില്ലേ, ആ കോളറിൻ്റെ അറ്റത്തല്ലേ മൂലകൾ നല്ല തടിപ്പായിരിക്കും അല്ലേ. അപ്പം കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ കാണപ്പെടുന്നെങ്കിൽ ആ കോശങ്ങൾ എന്ന് പറയാം സസ്യകോശത്തെ കോളങ്കൈമ എന്ന് പറയാം. എങ്കിൽ ഈ സ്ക്ലീറൻകൈമ ഈ സ്ക്ലീറൻകൈമ നമ്മുടെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൊടുക്കും. സ്ക്ലീറൻകൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് കാണപ്പെടുന്നു. ഇത് താങ്ങും ബലവും നൽകുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തും കട്ടി കൂടിയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് ഭയങ്കര ഉറപ്പായിരിക്കും. ആ ഭാഗത്ത് ഭയങ്കര ഉറപ്പും ബലവും കൊടുക്കുന്നു. ഓക്കെ അല്ലേ? പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറൻകൈമ സെറ്റായില്ലേ? ഇനി അടുത്തത് സംവഹന കലകളാണ്. അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂസ്. എന്താണ് സംവഹന കലകൾ എന്ന് പറഞ്ഞാൽ? സസ്യങ്ങളിൽ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇല്ലടാ, അപ്പോൾ നമ്മുടെ ഇലകളിൽ വെച്ചുള്ള സസ്യങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നത്. അപ്പം നമ്മുടെ സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാൻ ആവശ്യമായ ജലവും ലവണങ്ങളും വേര് ആഗിരണം ചെയ്യുകയും ഇലകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ജലവും ആഗിരണം ചെയ്താൽ മാത്രം മതി. ഇലകളിൽ വെച്ചല്ലേ ആഹാരം പാകം ചെയ്യുന്നത്. അപ്പം ആ വേര് വെച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കണം. ഇനിയോ ഈ ജലവും ലവണവും ഉപയോഗിച്ചിട്ട് സസ്യങ്ങളിൽ നിർമ്മിക്കുന്ന ആഹാരം ആ ഇലകളിൽ മാത്രം ഒതുങ്ങി വെച്ചാൽ മറ്റ് കലകൾക്ക് കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അപ്പം സസ്യങ്ങൾ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകൾ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നത് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട ഒരു പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ. ഈ കലകളെ സംവഹന കലകൾ എന്ന് പറയാം. അങ്ങനെ ഈ സംവഹന കലകൾ പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയായതിനാൽ ഇവയെ സങ്കീർണ കലകൾ എന്നും പറയുന്നു. അതായത് സംവഹന കലകൾ രൂപപ്പെട്ടത് പലതരം കോശങ്ങൾ ചേർന്നാണ്. ഈ സംവഹന കലകൾക്ക് സംവഹന കലയുടെ മറ്റൊരു പേര് എന്താണ്? സങ്കീർണ കലകളാണ്. എങ്കിൽ സസ്യങ്ങളിൽ 2 തരം സങ്കീർണ കലകൾ ഏതൊക്കെയാണ്? സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട 2 തരം സങ്കീർണ കലകൾ
കലകളാണ് ഇത് സൈലവും ഫ്ലോയവും. ഓക്കെ, അപ്പം സംവഹന കലകൾക്ക് ഉദാഹരണമാണ്, സസ്യങ്ങളിലെ സംവഹന കലകൾക്ക് ഉദാഹരണമാണ് സൈലവും ഫ്ലോയും. എങ്കിൽ എന്താണ് സൈലം എന്ന് പറഞ്ഞാൽ? സൈലം, യെസ്, വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്ന ആരാണ്? സൈലമാണ്. അപ്പം വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. ഇനി ഈ സൈലം രൂപപ്പെട്ടത് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടുന്നു. എന്നാണ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി കാണപ്പെടുന്ന ഇതാണ് സൈലമാണ്. ഏതാണ്? സൈലം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ഫലവും നൽകുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും നീണ്ട കുഴലുകളായി രൂപം കൊണ്ട സൈലത്തിലൂടെ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും സൈലത്തിലൂടെ എവിടേക്ക് എത്തുന്നു? ഇലകളിലേക്ക് എത്തുന്നു. ഈ സൈലത്തിൻ്റെ കോശഭിത്തിയിലുള്ള കോശങ്ങളെല്ലാം കട്ടിയുള്ളവയാണ്. എന്നാണ് സൈലത്തിൻ്റെ കോശഭിത്തി എന്നാണ് കട്ടിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ദൃഢതയുള്ള കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് ഈ സൈലം താങ്ങും ഫലവും നൽകുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി ഫ്ലോയം. എന്താണ് ഫ്ലോയം? ഫ്ലോയത്തിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ ഈ സൈലം വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും സൈലം എന്താണ്? സൈലം ഇലകളിലേക്ക് എത്തിച്ചുവിടാം. അങ്ങനെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ചിട്ട് ഈ ജലവും ലവണവും ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നില്ലേ? അങ്ങനെ ഈ നിർമ്മിച്ച ആഹാരം സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണ്ടേ? അങ്ങനെ ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. ഫ്ലോയം. ഫ്ലോയം എങ്ങനെയാണ്? കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിതമായ കോശങ്ങൾ ചേർന്നാണ് ഈ ഫ്ലോയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷ ചോദിച്ചു, ജംനാപ്യാരി ഏതിന് ഉദാഹരണമാണ്? ആടല്ലേ, ആട് എന്നാണ്. ജംനാപ്യാരി എന്താണ്? എന്തിൻ്റെ ഇനമാണ്? ആടാണ്. ഇനി തലശ്ശേരി ജംനാപ്യാരി ബോയർ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ജംനാപ്യാരി നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവും. എങ്കിൽ ബോയർ നമ്മൾ കേട്ടിട്ടില്ലടാ. ബോയർ കേട്ടിട്ടുണ്ടോ? ബോയർ. അപ്പം ബോയർ ഏതിനമാണ്? ആടാണ്. ഒരുതരം ആടാണ്. ഏത്? ബോയർ എന്താണ്? തലശ്ശേരി ജംനാപ്യാരി ബോയർ എന്നിവ എന്തിനു ഉദാഹരണമാണ്? ആടിൻ്റെ വിവിധ ഇനങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി മുറ, നീലീരവി, ബാദാവരി എന്നിവ എരുമയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കാത്ത SCERT നമ്മൾ നോക്കാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ചോദിക്കുക. എന്നാണ് ബാദാവരി ഏതിനമാണ്? ഇനമാണ്? പശു, ആട്, എരുമയാണ് ബാദാവരി. അപ്പം മുറ, നീലീരവി, ബദാവരി ഏതിനമാണ്? എരുമ. കിട്ടുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? യെസ്. ഇനി ജെഴ്സി, അതുപോലെ തന്നെ ഹോസ്റ്റീൻ ഫ്രീഷ്യൽ, അതുപോലെ വെച്ചൂർ എന്നിവ പശുവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കന്നുകാലികളെ പാലിനും മാംസ്യത്തിനും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരിപാലിക്കുന്നത്. കന്നുകാലികളെ പാലിനും മാംസ്യത്തിനും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരിപാലിക്കുന്നത്. പ്രധാനമായും പാലിന് വേണ്ടിയിട്ടാണ് അല്ലേ? പശുവിനൊക്കെ വളർത്തുന്ന പാലിന് വേണ്ടിയിട്ടല്ലേ? എൻ്റെ ചോദ്യമാണ്. തലശ്ശേരി ജംനാപ്യാരി, ബോയർ എന്നിവ ഏതിനമാണ്? തലശ്ശേരി, ജംനാപ്യാരി, ബോയർ എന്നിവ ആടാണെങ്കിൽ മുറ, നീലീരവി, ബാദാവരി എന്നിവ ഏതിനമാണ്? എരുമ. പശു, ഹോസ്റ്റൽ ഫ്രീഷർ, അതായത് HF ഹോൾസ്റ്റീൻ ഫ്രീഷ്യർ, അതുപോലെ തന്നെ വെച്ചൂർ എന്നിവ പശുവിൻ്റെ ഇനമാണ്. കിട്ടിയില്ലേ? യെസ്. ഇനി മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി നമ്മൾ എന്താണ് പക്ഷികളെ വളർത്താറുണ്ടല്ലേ? കോഴി, താറാവ്, കാട എന്നീ ഇനങ്ങളെ വളർത്താറില്ലേ? എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ജാപ്പാനീസ് ബോംബ് വൈറ്റ് എന്നിവ ഏതിനം ജീവിയാണ്? ജാപ്പാനീസ് ബോംബ് വൈറ്റ് അറിയോ? ജാപ്പാനീസ് ബോംബ് വൈറ്റ് ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ്. ജാപ്പാനീസും ബോംബ് വൈറ്റ് അത് കാട ഇനമാണ്. കാട എന്നാണ് ജാപ്പാനീസും ബോംബ് വൈറ്റ്. നമ്മൾ കാടമുട്ട കണ്ടിട്ടില്ല? കാടമുട്ട. ആ കാടമുട്ട ഒരു ബോംബായിട്ട് സങ്കല്പിക്കണേ. ബോംബ് വൈറ്റ്. അതിൻ്റെ ഉള്ളിൽ വൈറ്റിലെ കാടമുട്ട പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വൈറ്റാണ്. അപ്പം പുറത്ത് നോക്കുമ്പം ബോംബ്, ഉള്ളിൽ നിന്ന് വൈറ്റ് കളർ, ബോംബ് വൈറ്റ്. ഇനിയോ ജാപ്പാനീസ്, നമ്മുടെ കാടകളെ കണ്ടാൽ ഒരു ജാപ്പാനീസുകാരൻ്റെ ഒരു രൂപം മനസ്സിൽ സങ്കല്പിക്കുക. ജാപ്പാനീസും ബോംബ് വൈറ്റ്. ഓക്കെ അല്ലേ? ഇനി മസ്കവി ചോദിച്ചിട്ടുണ്ടല്ലേ? കഴിഞ്ഞൊരു പരീക്ഷ. മസ്കവി ഏതിനമാണ്? മസ്കവി അറിയോ?
താറാവിനമാണ് ഇത് മസ്കവി. മസ്കവി അതായത് ചാരാ ചെമ്പല്ലി. അപ്പം മസ്കവി, ചാരാ ചെമ്പല്ലി എന്നിവ ഏതിനമാണ്? മസ്കവി, ചാരാ ചെമ്പല്ലി. യെസ്, താറാവിനമാണ് അല്ലേ. മസ്കവി, ചാരാ ചെമ്പല്ലി എന്നിവ താറാവിനമാണ്. താറാവ് കിട്ടിയില്ലേ? അപ്പോൾ ജപ്പാനീസും ബോംബ് വൈറ്റും ഏതാണ്? ജപ്പാനീസ് ബോംബ് വൈറ്റ് കാടയിനം. കാടയിനം എങ്കിൽ മസ്കവി, ചാരാ ചെമ്പല്ലി ഏതാണ്? മസ്കവി, ചാരാ ചെമ്പല്ലി താറാവിനം. താറാവിനം എങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് അതുല്യ, അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ എന്നിവ ഏതാണ്? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. പറഞ്ഞേ, അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ കോഴിയിനമാണ് അല്ലേ. കോഴിയിനം എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. തലശ്ശേരി ഏതാണ്? തലശ്ശേരി ആട്. ബോയർ ഏതാണ്? ബോയർ. പറഞ്ഞേ, ബോയർ ആട്. എങ്കിൽ നീലി രവി ഏതാണ്? നീലി രവി എരുമ. എങ്കിൽ ബോംബ് വൈറ്റ് ഏതാണ്? കാഴ. എങ്കിൽ മസ്കവി ഏതാണ്? ബദാവരി ഏതാണ്? ബദാവരി എരുമയാണ്. മുറ, നീലി രവി, ബദാവരി. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് റാങ്കിങ്. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ നോക്കാതെ പോവുകയും ഇത് PSC പരീക്ഷയിൽ ആവർത്തി ചോദിക്കുകയും നമ്മുടെ റാങ്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് പഠിക്കണേ. അപ്പം പശു എന്താണ്? പശു ജെഴ്സി, ഹോസ്റ്റൽ ഫ്രീഷർ, വെച്ചൂർ. ഇനി എരുമ, മുറ, നീലി രവി, ബദാവരി, ആട്, തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ഇനി കാടയിനങ്ങളാണ് ജപ്പാനീസ്, ബോംബ് വൈറ്റ്. താറാവിനങ്ങളാണ് ഏത്? മസ്കവി, ചാര, ചെമ്പല്ലി. മസ്കവി, ചാര, ചെമ്പല്ലി. കോഴി ഇനങ്ങളാണ് ഏത്? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. യെസ്. ഇനി എന്താണ് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ? സെറികൾച്ചർ യെസ്, സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. അപ്പം പട്ടുനൂൽ പുഴുക്കളെ പട്ടുനൂൽ കൃഷിയാണ് ഇത്. യെസ്, വളർത്തുന്നതിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ ശലഭ ലാർവകളെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് ലാർവകളുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഖാ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. അപ്പം ഈ പട്ടുനൂൽ പുഴുക്കൾക്കും പലതരം ഇനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണിത് മൾബറി പട്ടുനൂൽ പുഴു, പിന്നെ ടസർ പട്ടുനൂൽ പുഴു, അതുപോലെ തന്നെ മറ്റൊന്നാണിത് മുഖാ പട്ടുനൂൽ പുഴു. എങ്കിൽ പിസികൾച്ചർ എന്താണ്? പിസികൾച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. യെസ്, എന്താണ് പിസികൾച്ചർ? യെസ്, മത്സ്യകൃഷിയാണ് അല്ലേ. മത്സ്യം വളർത്തിയാണ് പിസികൾച്ചർ. എന്താണ്? പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് ഇത് നാരൻ, കാര എന്നിവ. ചിലപ്പോൾ PSC ചോദിക്കുക നാരൻ, കാര എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ്? നാരൻ, കാര എന്തിൻ്റെ ഇനങ്ങളാണ്? പറഞ്ഞേ, എന്താണ്? ഇതൊക്കെ നമ്മുടെ ക്ലാസ് കേട്ട കുട്ടികൾക്ക് മാത്രമേ കിട്ടൂ. ഇതൊക്കെ കേൾക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ഇത് കേൾക്കുന്നത് നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണേ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? SCRT പഠിച്ച് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പഠിക്കാതെ പോയിട്ടില്ലേ എന്ന് നിങ്ങൾ എന്താക്കുക? ഇതിന് താഴെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണേ. എന്താണ്? കാര, നാരൻ എന്നിവ ഏതാണ്? മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. യെസ്. എങ്കിൽ എന്താണ് ഫ്ലോറികൾച്ചർ? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഏത്? ഫ്ലോറികൾച്ചർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതി എന്ന് പറയാം, ഫ്ലോറികൾച്ചർ എന്ന് പറയാം. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. ഏതൊക്കെയാണ്? മുല്ല,
ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം. എങ്കിൽ എന്താണ് എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ? എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിന് എന്ത് പറയാം? എപ്പി കൾച്ചർ എന്ന് പറയാം. എപ്പി കൾച്ചർ, ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ അല്ലേ? എന്താണ്? ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേനെങ്കിൽ കോലൻ, മെല്ലിഫെറേ, ഞൊടിയൻ എന്നിനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. എന്നാണ്? കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ്? കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ് പറഞ്ഞേ? തേനീച്ച എങ്കിൽ നാരൻകാര എന്നിവ ഏതാണ്? നാരൻകാര, ചെമ്മീൻ, പിന്നെ ഇതാണ് മെല്ലിഫെറ, ഞൊടിയൻ എന്നിവ ഏതാണ്? തേനീച്ച. എങ്കിൽ എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യനാണ് ക്യൂണി കൾച്ചർ. എന്താണ് ക്യൂണി കൾച്ചർ? ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിയാണ് ഇത്. വളർത്തുന്നതാണ് ക്യൂണി കൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അത് കിട്ടുവിടാ. എന്താണ്? ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് എന്നിവ ഏതിനമാണ്? ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് പറഞ്ഞേ. മുയലുകളുടെ ഇനമാണ് ഇത് ഗ്രേ ജയൻറ്റും വൈറ്റ് ജയൻറ്റ് എന്നിവ. ഓക്കെ, ഇനി ഈ രോമത്തിനായി വളർത്തുന്ന മുയൽ വർഗ്ഗം ഏതാണ്? മുയലിൻ്റെ ഇനം, രോമത്തിനായി വളർത്തുന്ന മുയലിൻ്റെ ഇനം അങ്കോറ. എന്താണ്? അങ്കോറ എന്ന ഇനം രോമത്തിനായിട്ടും വളർത്തുന്നുണ്ട്. മുയലിൻ്റെ രോമത്തിനായിട്ട് എന്തിനു വളർത്തുന്നുണ്ട്? അങ്കോറ. ഓക്കെ അല്ലേ? എങ്കിൽ എന്താണ് മഷ്റൂം കൾച്ചർ? ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് ഏത്? മഷ്റൂം കൾച്ചർ അല്ലെങ്കിൽ മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യവിഭവമാണ് ഏത്? കൂൺ എന്ന് പറയുന്നത്. പാൽക്കൂണ്, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. എന്നാണ്? പാൽക്കൂണും ചിപ്പിക്കൂണും. എങ്കിൽ എന്താണ് ഫോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ? ഫോർട്ടിക്കൾച്ചർ എന്താണ്? പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്? ഫോർട്ടിക്കൾച്ചർ എന്നാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്? ഫോർട്ടിക്കൾച്ചർ. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്? ഫോർട്ടിക്കൾച്ചർ. ഓക്കെ അല്ലേ? എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഔഷധ സസ്യകൃഷി. എന്താണ്? ഔഷധ സസ്യകൃഷി എന്താണ്? ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യകൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയ കൃഷിയിടങ്ങളിൽ വളർത്താവുന്നതാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഒന്ന് റിവിഷൻ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം അതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ, സീ യു.